അന്നാബന്നെ എന്റെ സിനിമകളൊക്കെ ഇന്റർനാഷണലൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നത്, ഈ കൊത്തുകാടിയൊക്കെ. അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ അന്നാബന്റെ അച്ഛനായിട്ടാ ബെന്നിപ്പി നാരായണൻ അറിയപ്പെടുന്നത്. നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള. ഇപ്പത്തെ ജനറേഷനും ചിലപ്പോ ചിലപ്പല്ല ഈ അന്നയുടെ പ്രായമുള്ള പിള്ളേര് ഇതേ അന്നബിന്റെ പപ്പ ഓടുന്നേ പറയാറുള്ള. ഇത് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കാറുണ്ടോ? എനിക്ക് അങ്ങനെയുള്ള, എന്റെ ഏറ്റവും കുറവ് ഇന്റർവ്യൂ ഉണ്ടാക്കുന്നത് എന്റെ ആയിരിക്കും ചിലപ്പോ. ഞാൻ 30 വർഷമായി അല്ലേ, 30 സിനിമ കഴിഞ്ഞു. 32 വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ഞാൻ ഭയങ്കര പിന്നോക്കം വലിയുന്ന ആളാണ്. എനിക്ക് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ പോലെ കൂടുതൽ സ്ഥലത്ത് ഈ പോയി ഇരിക്കുക, ചടങ്ങുകളിൽ പങ്കെടുക്കുക, ഉദ്ഘാടനങ്ങളിൽ പോവുക, സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുക, പ്രസംഗിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടികളോട് ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു മാറുന്ന ആളാണ് ഞാൻ. എനിക്ക് അതിനോട് ഒരു താല്പര്യം തോന്നാറില്ല. എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത വളരെ അടുത്ത സുഹൃത്തുക്കളുടെയും അങ്ങനെയൊക്കെ നിർബന്ധത്തിന് വേണമെങ്കിൽ പോകാറുണ്ട്. ഇന്റർവ്യൂസ് കൊടുക്കുന്നതും നമ്മളുടെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വരുമ്പോ എന്നാണ്. അല്ലാണ്ട് ഈ പറഞ്ഞ നമ്മളിപ്പോ പല പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും. ഞാൻ തൊട്ടൊക്കെ ഏത് ഇന്റർവ്യൂ പറയേണ്ടി വരും ചോദിക്കുമ്പോ. അപ്പൊ ഇത് എല്ലാരും കേട്ട് കേട്ട് വെറുതെ. പിന്നെ ഒരു ഇന്റർവ്യൂ കൊണ്ട് ഒരു 5 ശത്രുക്കളെങ്കിലും നമുക്ക് മിനിമം ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാണില്ല. കാരണം എന്നാ അടിയിൽ വന്നിട്ട് കുറച്ചൊരു കമന്റ്, ഇവന്റെ മറ്റേ പടം ഗംഭീരം, എന്തെന്നാ കൊള്ളാന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റുകളും വരും. ശത്രുക്കൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ചോട്ടാ മുംബൈയെ കുറിച്ച് പറയുമ്പോ അൻവർ റഷീദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. രാജുചേട്ടൻ നല്ല പ്രൊഡ്യൂസറാണ്. രാജുചേട്ടന്റെ ഒരു പിൻബലം ഭയങ്കര എന്നാ ഷൂട്ടിങ്ങിന്. ഇത് ചിലപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ രാജുചേട്ടന്റെ കാര്യം നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രാജുചേട്ടൻ വിചാരിക്കും ഇത് ഹോട്ടോമേബി പറഞ്ഞ ബെന്നി എന്നെ കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ല, ഞാൻ ഇത്ര ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ മ്യൂസിക് ഡയറക്ടർ വിചാരിക്കും ഇത്ര പടത്തിൽ മ്യൂസിക്കിനെ കുറിച്ച് പുള്ളി പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ പറയുന്നുണ്ട് പല കാര്യങ്ങളും, പക്ഷെ ചിലപ്പോ നിങ്ങളത് ഷാർപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ചില കാര്യങ്ങൾ പോകുമ്പോൾ കേൾക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിഷമം വരും. അത് കുറെ ശത്രുക്കൾ ഉണ്ടാക്കും പല കാര്യങ്ങളിലും. ഇൻഡയറക്റ്റ് ആയിട്ട് ചിലർക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ചില ഇന്റർവ്യൂലൊക്കെ ഇതിനെങ്ങനെ ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ്സ്, ആ ഡയലോഗ്സിന് ഭയങ്കര കൈയടിയായിരുന്നു, മറ്റാണ് അറച്ചാന്ന് പറഞ്ഞാൽ ആ ഡയലോഗ് എഴുതിയ ആളെ കുറിച്ച് ചിലപ്പോ അത് ചില ഡയലോഗുകൾ ആര് പറഞ്ഞാലും ചിരിക്കുന്ന സാധനമുണ്ട്. നടന്മാര് കഴിവ് കൊണ്ട് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ചില പ്രകടനം കൊണ്ട് ചിരിക്കുന്നത് കൂടാതെ ആര് പറഞ്ഞാലും സിറ്റുവേഷൻ കോമഡി എന്ന് പറയല്ല, അത് ആര് പറഞ്ഞാലും ചിരിക്കും. അതൊരു ഓദർ സപ്പോർട്ടുള്ള സാധനമാണ്. അവിടെ ഓദറിനെ കുറിച്ച് മിണ്ടൂല്ല, അത് അവര് ആ ക്രെഡിറ്റ് എടുത്തിട്ട് പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കും കേൾക്കുമ്പോ ഇവരെന്താ നമ്മള് അത് ഇത്ര പാട്ട് തലപോഞ്ഞ് എഴുതി വെച്ചിട്ട് നമ്മളെ കുറിച്ച്. അപ്പൊ ഇന്റർവ്യൂകള് ചില വെറുതെ ഈ അടികൊടുത്ത് അടിപടിക്കട്ടില്ലാതെ വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത് നല്ലതെന്ന് തോന്നും ചില നേരത്ത്. അതുകൊണ്ട് പലതും ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. ഇതിപ്പോ ചോട്ടാമ്പേ റിലീസിങ്ങിന് മുമ്പ് തന്നെ കുറെ പേര് വിളിച്ചു, അൻവറും വിളിച്ച് എന്നോട് ചേട്ടാ എന്റെ മോനെ ഞാൻ വെറുതെ ഇരുന്നോട്ടെ. പിന്നെ ഇതിന്റെ ഒരു ആഹ്ലാദം കണ്ടപ്പോ എനിക്ക് ചോട്ടാ മുംബൈ തിയേറ്ററിൽ പോയി കണ്ടപ്പോ എനിക്ക് സംസാരിക്കാൻ എനിക്ക് വരെ ഒരു ആവേശം വന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അൻവർ റഷീദ് സാറ് ഈ കഥ പറയാൻ വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് സാറിനെ വിളിക്കുന്നതെന്നും അവസാനം കഥയില്ല, ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ, ഈ സിനിമയ്ക്ക് കഥ വേണ്ട, ഇൻസിഡൻസ് മാത്രം മതി എന്ന് പറയുകയും ചെയ്യുന്നത് അതൊരു പുതിയ കൈൻഡ് ഓഫ് തോട്ട് ആയിരുന്നില്ലേ? കഥ വേണ്ട, ഇൻസിഡൻസ് മതി. ഞാനത് തമാശ അൻവറിനോട് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു സംവിധായകൻ വന്നിട്ട് എന്നോട് കഥ വേണ്ടെന്ന് പറയുന്നത്. എല്ലാവരും കഥ ചോദിച്ചല്ല വേണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചത് നിന്റെ കയ്യിൽ ഒരു കഥ മുഴുവൻ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പറഞ്ഞു ചേട്ടാ കഥയൊന്നുമില്ല, അത് ഈ വീട്ടിൽ ഈ അടുത്ത മുറിയിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ പറഞ്ഞു കഥയൊന്നുമില്ല, ഒരു ക്യാരക്ടർ ഇങ്ങനെ ഫോട്ടോ വെച്ചിൽ ഈ കാർണിവലിനൊക്കെ പെൺവേഷമൊക്കെ കെട്ടി അടിച്ചു പൊളിച്ച് നടക്കുന്ന തരികിടയായിട്ടുള്ള ഒരു ക്യാരക്ടർ, അവരുടെ ഒരു ലൈഫും തമാശകളും ഫണ്ണൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടി, മൊത്തത്തിൽ കാർണിവലൊക്കെ വെച്ചിട്ടുള്ളൊരു പരിപാടി, നമുക്ക് അത് നല്ല ജോവിയലായിട്ടുള്ളൊരു പരിപാടി എന്നുള്ള രീതിയിൽ പിടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും അൻവറും കൂടി എടശ്ശേരി മാൻഷൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് എറണാകുളത്ത്, അവിടെ പോയി. മണിമല രാജുവാണ് പ്രൊഡ്യൂസർ. രാജുച്ചേട്ടൻ റൂമൊക്കെ എടുത്തു തന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്കഷൻ ആരംഭിച്ച് ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു കഥയുടെ കാര്യത്തിലേക്കൊക്കെ പോകുമ്പോഴേക്കും ചേട്ടാ കഥ വേണ്ട. ഞാൻ പറഞ്ഞു അല്ല ഇത് മൂവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ ചേട്ടാ, ഇൻസിഡൻറ്റുകൾ മാത്രം മതി, ഇൻസിഡൻറ്റുകൾ മാത്രം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പോകാമെന്ന് പറയും.
ഞാൻ പറഞ്ഞു അത്യാവശ്യം ഒരു ഫാമിലിയുടെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയർ വേണ്ടേ. ഇപ്പൊ ഈ ഫയൽമാന് ഭാര്യ ഉണ്ടായി, ഇയാൾക്ക് ഒരു അടിത്തറ വേണ്ടേ, മക്കള് വേണ്ടേ. അപ്പൊ അങ്ങനെ 2 പെൺകുട്ടികൾ സിസ്റ്റേഴ്സിന്റെ ക്യാരക്ടർ ഉണ്ടാക്കാം എന്ന് ചോദിച്ചു. അത് വേണം വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ 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 ഞാൻ ചോദിച്ചിട്ടാണ് ഈ 2 പെണ്ണുങ്ങള് അനിയത്തിമാരായിട്ട് വരുന്നതും ഭാര്യ മരിച്ചുപോയി എന്നൊക്കെയുള്ള ഒരു ഫാമിലിയുടെ കോൺസെപ്റ്റ് ഉണ്ടാക്കിയത്. മറ്റേത് അപ്പനും മകനും മാത്രം മതി എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാല് നമുക്ക് സെന്റിമെന്റ്സ് ഓവർ ഡ്രാമ അങ്ങനെയുള്ള പരിപാടി വേണ്ട ആദ്യമേ തീരുമാനിച്ചു. സെന്റിമെന്റ്സ് പോലും ഹ്യൂമറസ് ആയിട്ടാണ് നമ്മളത് കാരണം വർക്ക് ചെയ്തത്. സെന്റിമെന്റ്സ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് അതൊരു കോമഡിയിലേക്ക് പോകുന്ന രീതിയിൽ ട്രാക്ക് മാറിയാണ്. എൻ്റെ അപ്പൻ ജലപാനം പോലും ചെയ്യില്ല ഞാനില്ലാതെ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങേര് കൈ നിറച്ചിട്ടുണ്ടെന്ന് കട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ സെന്റിമെന്റ്സ് ആണെന്ന് തോന്നിപ്പിച്ചിട്ട് അതിന്റെ ഒരു എക്സ്ട്രീം കട്ടിലേക്ക് പോവുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ നിലവിലുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് അത് തുടങ്ങുന്നത്. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം അതൊരു ഞാണുമ്മക്കളിയാണ്. അതുവരെ നമ്മൾ ശീലിച്ചേക്കണത് പൂർവ്വകഥയും പിന്നാമ്പുറ കഥകളുണ്ടാവും, അങ്ങനെ ഭയങ്കര ഡെപ്തും കാര്യങ്ങളും ഇമോഷൻ ഡ്രാമയും ഒക്കെ വരുന്നതാണ്. അതിന് തൊട്ട് മുമ്പ് ഇതൊക്കെ ചാന്തുകൊട്ടാണ്, അതിന്റെ ഒരു ക്രാഫ്റ്റ് അറിയാമല്ല. അപ്പൊ അതിലൊക്കെ ഡ്രാമയും കാരണം ഇമോഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. തലമുറയുടെ കഥയാണ്. അതെ, അത് ഒരുപാട് കാലഘട്ടം ഒക്കെ അതിൻ്റെ അകത്ത് പോകുന്നുണ്ട്. ഇത് സ്ട്രെയിറ്റ് അങ്ങോട്ട് അടിക്കുകയല്ലേ ഓരോ സീൻ ബൈ സീനും. അപ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ പടം താഴെ പോകും. അപ്പോൾ ഓരോ സീനിന്റെ ഡെപ്തിൽ നിൽക്കണം. ആ സീൻ എൻഹാൻസ് ചെയ്തിട്ട് പോയില്ലെങ്കിൽ അവിടെ ബോറാണെന്നുള്ള രീതിയിൽ വലിച്ചിൽ വരാം, എന്തും വരാം. അപ്പോൾ ആ ഒരു റിസ്ക് ഉണ്ട് എൻ്റെ അകത്ത്. അപ്പോൾ മാക്സിമം ഹ്യൂമർ ഉണ്ടാക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുക, ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകൾ, ഇവരുടെ തരികട പരിപാടികൾ. അതിനോടൊപ്പം ആകെ ഉണ്ടാവുന്ന അതിൻ്റെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു മർഡർ ഇവർ കാണുന്നു, അവിചാരിതമായിട്ട് അതിൻ്റെ സാക്ഷികളാകുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു കണ്ടന്റ് ബേസ്. അത് മാത്രമേ ഉള്ളൂ. പിന്നീട് അതിനു മുമ്പ് അവിടെ ഒരു കൊലപാതകം നടന്നു എന്നൊക്കെ പറയുന്നു, ആരാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. അതിന് വലിയ പ്രസക്തി ഇല്ലാത്ത രീതിയാണ്. അതിനെ ബേസ് ചെയ്ത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പ്രധാന വില്ലൻ എന്ന് പറയുന്ന മണിയുടെ നടേശൻ എന്ന് പറയുന്ന കഥാപാത്രം ഹീറോ ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റും വരുന്നില്ല പല സീനിലും. അവസാനം മാത്രമാണ് ഇവർ തമ്മിൽ ഡയലോഗ് പോലും ഇല്ല. കലാമണി ഹീറോയും തമ്മിൽ, വില്ലനും ഹീറോയും തമ്മിൽ ഡയലോഗ് പോലും ഇല്ല. ആ ഫൈറ്റിൽ മാത്രമാണ് ഇവർ നേരിട്ട് കാണുന്നത്. അപ്പൊ സാധാരണ പറഞ്ഞ വില്ലനായിട്ട് നേരിട്ട് പ്രതിയോഗിയെ ഡയലോഗ് വെച്ച് പറഞ്ഞിട്ടില്ല. ആ പരിപാടി ഒന്നും വേണ്ട. ആ പരിപാടി ഒന്നും ഇല്ലാണ്ട് തന്നെ ഓരോ പരിപാടി ഇൻസിഡന്റിലൂടെ അങ്ങനെ പോയി ഇങ്ങനെ ആണ് അതിൻ്റെ ഒരു വർക്ക് വന്നത്. അതങ്ങനെ എല്ലാം ചേരുമ്പടി ചേരുക എന്ന് പറയുന്ന ഒരു അനുഗ്രഹം ഉണ്ടാവുമല്ലോ ചില സിനിമകളിൽ. അതുപോലെ അങ്ങനെ സംഭവിച്ചു പോയതാണ്.